ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാം. സോ കാർഡ് നമ്പർ 1 2 3 4. ഓക്കെ, സോ കാർഡ് നമ്പർ 1 ഇതാണ്, 2 ഇതാണ്, 3 ഇതാണ്, 4 ഇതാണ്. ഓക്കെ, സോ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു കാർഡ് ചൂസ് ചെയ്തോളുക. പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലെങ്കിലും വീട്ടിൽ എഴുതി തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ കാർഡ് നമ്പർ 1ൻ്റെ മെസ്സേജ് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഒരു മെസ്സേജ് റിസീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കത് ഹാപ്പി മെസ്സേജ് ആവാനാണ് കൂടുതൽ സാധ്യത. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. കാർഡ് നമ്പർ 2ൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് കിങ് ഓഫ് വാൻസ് ആണ്. പോസിറ്റീവ് കാർഡാണ്. നിങ്ങൾ ആരെയും അന്വേഷിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും സെർച്ച് ചെയ്യേണ്ടതാവണമെന്നില്ല, മനസ്സുകൊണ്ടും ആവാം. നിങ്ങൾക്ക് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാനുള്ള സമയമാണ്, പോസിറ്റീവായിട്ടുള്ള ടൈമാണ്. പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാർഡ് നമ്പർ 3 ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. പൈസ വരാനായിട്ടുള്ള സമയമായിരിക്കും, അല്ലെങ്കിൽ പൈസ ഓൾറെഡി ഉള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ പൈസയിൽ തന്നെയാണ് നിങ്ങളുടെ ശ്രദ്ധയും ഫോക്കസും ഒക്കെ എന്ന് എനിക്ക് തോന്നുന്നു. അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളതൊക്കെ. പക്ഷേ കുറച്ച് സമയം സ്വന്തമായിട്ട് ഒരുങ്ങാനും ഹാപ്പി ആയിട്ടിരിക്കാനും ഒക്കെ കൊടുത്തോളൂ. പൈസയോട് മാത്രം ഒരു ഇത് വേണ്ട, അതിനോടൊപ്പം സ്വന്തം സമയം കണ്ടെത്തി ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. കാർഡ് നമ്പർ 4ൻ്റെ മെസ്സേജ് 8 ഓഫ് വൺസ് ആണ്. 8 ഓഫ് വൺസ് എന്ന് 9 ഓഫ് വൺസ് ആണ്. 9 ഓഫ് വൺസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാരുടെ പരിഹാസമോ അല്ലെങ്കിൽ കളിയാക്കലുകളോ ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഇനി അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, മിണ്ടണ്ട എന്നൊക്കെ ഉള്ളൊരു തീരുമാനമാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നാട്ടുകാർ ബഹുജനം പലവിധമാണ്. നമുക്കാരെയും തിരുത്താൻ പറ്റിയൊന്നുമില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക. നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊള്ളുക എന്നുള്ളതാണ്. ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ്. നിങ്ങൾക്കൊരു ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ദെൻ യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. നിങ്ങളുടെ ഡ്രീംസിന് ഒരു പ്രാക്ടിക്കൽ പ്ലാൻ ആവശ്യമാണ്. അതുപോലെ ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ്, ഒരു ക്ലൈമാക്സും വരുന്നുണ്ട്, കാത്തിരിക്കുക. നിങ്ങളുടെ സൈഡ് കറക്റ്റ് ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.